അപ്പം ഒന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൊഴുക്കട്ട വേറെ സ്ഥലത്തപ്പോൾ കഴിച്ചാണ്, അപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി. അപ്പോൾ കരുതിയാണ് ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്. അതിനുവേണ്ടി നല്ല പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുപ്പ് അധികം ആവരുത്. ഇതൊരു സ്റ്റീമറിൽ ഒരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി പുഴുങ്ങിയ പഴം മുറിച്ചതിന് ശേഷം അതിനുള്ളിൽ ഈ ബ്ലാക്ക് അതിൻ്റെ ആ സീഡ് ഉണ്ടല്ലോ, ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗി കുറവ് അത്രേ ഉള്ളൂ. സോസ് പാനിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര ഉരുക്കി ഒഴിക്കുന്നുണ്ട്. ആ ശർക്കരയ്ക്ക് അരമുറി തേങ്ങ ചിരവ് ചെയ്തിടുന്നുണ്ട്. ശർക്കര ഒന്ന് കുറുകി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, ഏലം, കറുവാപ്പട്ട കൂട്ടി 3 കൂടെ കൂട്ടി പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് നിലക്കടല വറുത്തത് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പഴം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആ ശർക്കര മിക്സർ നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മാവിന്ന് അല്പം മാവിന് എടുക്കുന്നുണ്ട്, അത് ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി സാധാ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ തന്നെ മാവ് കുറച്ചെടുത്തിട്ട് പ്രസ് ചെയ്ത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഴിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആ ശർക്കര ഉരുട്ടിയത് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിൻ്റെ മടക്കിയെടുക്കുന്നുണ്ട്, കവർ ചെയ്തെടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൊഴുക്കട്ട റെഡി. അപ്പോൾ ഓരോന്നും ഉരുട്ടി നല്ല ഷേപ്പാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പം ഇനി വെന്ത കൊഴുക്കട്ട ഓരോന്നും സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് കൊഴുക്കട്ട? കാണാൻ സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കിട്ടുമോ? നല്ലൊരു വെറൈറ്റി ഐറ്റംസ് അല്ലേ? സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റാണ്. സംഭവം നല്ല സൂപ്പറായിട്ടാണ്. നമ്മൾ സാധാ കൊഴുക്കട്ട പോലെയല്ല, നല്ല അടിപൊളി. നല്ല ഉള്ളിൽ കടൽ പീനട്ടും ശർക്കരയൊക്കെ പാടാൻ നല്ലൊരു ക്രഞ്ചി, കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ഫീൽ. അപ്പോൾ ഓക്കെ.